ആരും എഴുതുന്ന ഒരു നോവലിലെ ഭാഗമായി തോന്നാറുണ്ടോ? ആ നോവലിലെ ഓരോ കഥകളാണ് നമ്മുടെ ഓരോ കാലഘട്ടത്തിലെയും ജീവിതം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ തോന്നുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ കഥയിലെയും നായകനും ശത്രുവും നായികയും എല്ലാം നമ്മൾ തന്നെയാണ്, അല്ലേ? ചില കഥകൾ നമ്മൾ വായിക്കുമ്പം രണ്ട് തരത്തിലും നമ്മൾ കഥകളുടെ കൂടെ സഞ്ചരിക്കും. ചിലപ്പോൾ ആ കഥയിലെ കഥാപാത്രം നമ്മൾ തന്നെയായിട്ട് നമുക്ക് മാറുന്ന പോലെ തോന്നും. രണ്ടാമത് തോന്നാറുള്ളതെന്ന് വെച്ചാൽ, ആ കഥാപാത്രത്തിൻ്റെ കഥ നമ്മൾ വേറൊരിടത്ത് നിന്ന് വീക്ഷിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഓരോ കഥകളാണെങ്കിലോ, ഒരു ചെറിയ നോവലാണെങ്കിലോ, വേറെ ഒരാൾ നോക്കിക്കാണുകയോ കൺട്രോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നൊരു കഥ. പക്ഷെ ഓരോരുത്തർക്കും ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് കഥകളും ഉപകഥകളും ഒത്തിരി സസ്പെൻസും സർപ്രൈസും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ളൊരു അടിപൊളി കഥയല്ലെങ്കിൽ വലിയൊരു നോവലാണ് ഓരോരുത്തരുടെയും ജീവിതം. ഈ കഥകളൊക്കെ അറിയാൻ ശ്രമിച്ചാൽ എന്ത് രസമായിരിക്കും, അല്ലേ? എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ കഥകൾ കേൾക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കാത്തതിൽ. മറ്റുള്ളവരെ കേട്ടാലല്ലേ അവരുടെ കഥകൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രായമായ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും അമ്മൂമ്മമാരുടെയൊക്കെ കഥകൾ, അവരുടെ ക്യാൻവാസ് തന്നെ വേറെയാണ്, അല്ലേ? നമ്മൾ കാണുന്ന ക്യാൻവാസോ സീനറീസോ ഒന്നുമല്ല അവരുടെ കഥകളിലുള്ളത്. പക്ഷെ ആ കഥകളെല്ലാം അവരോട് കൂടെ തന്നെ മൺമറഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് സമയം എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ കഥകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ കഥകളും ഓരോരോ പാഠങ്ങളാണ്, ഓരോ കഥകളും ഓരോരോ അനുഭവങ്ങളാണ്. അത് പറ്റുമെങ്കിൽ നമ്മൾ മനസ്സിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് അത് പങ്കുവെക്കുക. രസമായിരിക്കും.